തിരുവനന്തപുരത്ത് മുഖംമൂടി ആക്രമണം. പൂവാറിൽ മുഖംമൂടി ധരിച്ചെത്തിയ 3 അംഗ സംഘം വയോധികനെ ആക്രമിച്ചു എന്നാണ് പരാതി. 65 വയസ്സുള്ള വിക്രമന്റെ കണ്ണിനും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. വയോധികൻ പൂവാർ പോലീസിൽ പരാതി നൽകി. ഇന്നലെ രാത്രി 11:30യോടെയായിരുന്നു ആക്രമണം. പോസ്റ്റ് ഓഫീസിന് സമീപം ബണ്ട് റോഡിലുള്ള വീടിന്റെ മതിൽ ചാടിയെത്തിയ 3 അംഗ സംഘം വയോധികനെ മർദ്ദിക്കുകയായിരുന്നു. വിക്രമന്റെ തലയ്ക്കും കണ്ണിനും തടികൊണ്ടുള്ള മർദ്ദനത്തിൽ പരിക്കേറ്റു. നിലവിളി കേട്ട നാട്ടുകാരെത്തിയതോടെ സംഘം ഓടി രക്ഷപ്പെട്ടു. 3 പേരും മുഖം മൂടി ധരിച്ചാണ് എത്തിയതെന്ന് മർദ്ദനമേറ്റ വിക്രമൻ. 3 ആൾക്കാർ മുഖം മൂടി ധരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ ഞാൻ TV കാണുന്ന റൂമിൽ കയറി 3 പേരും കമ്പുമാറ്റ് വന്ന് എന്നെ ഉപദ്രവിക്കുകയും അടിക്കുകയും എല്ലാം ചെയ്തിരുന്നു. ഈ അടിയുടെ ആഘാതത്തിൽ ഞാൻ കിടന്ന് നിലവിളിച്ചു. പക്ഷേ എൻ്റെ വീടിനോട് ചേർന്ന് ഒരു വീടുമില്ല, കുറച്ച് അകലെയാണ്. എന്നെ കൊല്ലുന്നതെന്ന് ഞാൻ നിലവിളിച്ചതോടുകൂടി ഈ വീടിൻ്റെ ഇത് കണ്ടു. ആൾക്കാർ കൂടുതൽ നല്ല ഉദ്ദേശത്തിലായിരിക്കാം അവർ മതിൽ ചാടി ഓടി രക്ഷപ്പെട്ടു. വിക്രമൻ വീട്ടിലൊറ്റയ്ക്കായിരുന്നു. ഭാര്യ കഴക്കൂട്ടത്തെ മകന്റെ വീട്ടിലാണ്. TV കാണുകയായിരുന്ന വിക്രമനെ സംഘം പിന്നിൽ നിന്നടിച്ചു. പരിക്കേറ്റ വിക്രമൻ ആദ്യം നെയ്യാറ്റിൻകര ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി. തനിക്ക് ശത്രുക്കൾ ആരുമില്ല എന്ന് വിക്രമൻ പറയുന്നു. പൂവാർ പോലീസ് മൊഴി രേഖപ്പെടുത്തി. 24 തിരുവനന്തപുരം.